ഹല്ലേലൂയ. ഈ മൂന്ന് ചിന്തകള് നിങ്ങളുടെ ഹൃദയത്തിലും ആത്മാവിലും എന്നും ഓർമ്മയിൽ സൂക്ഷിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് പരിഹരിക്കാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് നിങ്ങളത് വിശ്വസിക്കണം. 2, ഈശോയ്ക്ക് സുഖപ്പെടുത്താൻ കഴിയാത്ത ഒരു രോഗവും നിങ്ങളുടെ മനസ്സിലോ ശരീരത്തിലോ ഇല്ല എന്ന് വിശ്വസിക്കുകയും സൗഖ്യം പ്രാപിക്കുകയും വേണം. 3, യേശു ക്ഷമിക്കാത്തതായിട്ട് ഒരു പാപവും നിങ്ങളുടെ ഉള്ളിൽ ഇല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുകയും അനുതാപത്തോടുകൂടി പാപമോചനം സ്വീകരിക്കണമെന്നാണ് ദൈവത്തിന്റെ മനസ്സ്. ഞാൻ ഈ വിഷയം എല്ലാ സ്ഥലങ്ങളിലും ശുശ്രൂഷ വേളകളിലും പറയാറുണ്ട്. കാരണം എന്താണെന്നറിയാം, കർത്താവിന്റെ സുവിശേഷവുമായി യാത്രയിലായിരിക്കുമ്പോൾ അനേകരുടെ കണ്ണുനീരുകൾ കാണുകയും വേദനകൾ കേൾക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ശുശ്രൂഷ രൂപപ്പെട്ടത്. മനുഷ്യന് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ദുരിതങ്ങളിലാണ് ഇന്ന് മനുഷ്യന് പരിഹരിക്കാൻ കഴിയാത്ത വേദനകളിലൂടെയാണ് ഇന്ന് മനുഷ്യര് കടന്നു പോകുന്നത്. അങ്ങനെ ആരെങ്കിലും കടന്നു പോകുന്നുവെങ്കിൽ നിങ്ങളിത് ഈ സുവിശേഷം നിങ്ങൾ ഏറ്റെടുത്തോ. യേശുക്രിസ്തു അത് പരിഹരിച്ചിരിക്കും. മറഞ്ഞിരിക്കുന്ന ശത്രുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കൃപയിൽ തെളിഞ്ഞു നിന്ന് നമുക്ക് യുദ്ധം ചെയ്യാൻ എളുപ്പമാണ്. ശത്രു പിശാചാണ്, കൂടെയുള്ളവര് അല്ല. ചില ദേശത്തെ നശിപ്പിക്കുന്ന ചില ദുഷ്ടാരൂപിയുണ്ട്. അനേക കുടുംബങ്ങളെ നശിപ്പിക്കുന്ന പൈശാചിക ശക്തി ഉണ്ട്. ചില ബിസിനസ് മേഖലകളെ നശിപ്പിക്കുന്ന പൈശാചിക രൂപിയുണ്ട്. ചില ഉദാഹരണങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. ഒട്ടനവധി കുടുംബങ്ങളിൽ നിന്നും സമാധാനം എടുക്കപ്പെട്ടിരിക്കുകയാണ്. ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് പുറത്ത് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ വലിയ സ്നേഹത്തിലായിരിക്കും, വലിയ സന്തോഷത്തിലായിരിക്കും. തിരിച്ചു വന്ന് കയറിക്കഴിഞ്ഞാൽ കാരണങ്ങൾ അറിയാത്ത കലഹത്തിലാണ്. ജീവിത പങ്കാളി പറയുന്നത് ജീവിത പങ്കാളിക്കോ, മക്കൾ പറയുന്നത് മാതാപിതാക്കൾക്കോ, മാതാപിതാക്കൾ പറയുന്നത് മക്കൾക്കോ മനസ്സിലാവില്ല. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, കലഹം ഉണ്ടാക്കുക, ഒറ്റയ്ക്ക് മാറിയിരുന്ന് കരയുക. പിന്നെ ചിന്തിച്ചാൽ ഒരു പിടിയും കിട്ടത്തില്ല എന്തിനു വേണ്ടിയാണ് ഈ കലഹം ഉണ്ടായതെന്ന്. പരസ്പരം പഴിചാരി നിരാശയുടെ പടുകുഴിയിലേക്കാണ് അനേക കുടുംബങ്ങൾ കടന്നു പോകുന്നത്. എന്ന് വെച്ചാൽ ആ കുടുംബത്തിന്റെ സമാധാനം എടുത്തു കളയുന്നൊരു ദുഷ്ടാരൂപി ആ കുടുംബങ്ങളിൽ കുടികൊള്ളുകയാണ്. കൊളോസസ് 3:15 എഫേസ്യസ് 2:14 ക്രിസ്തുവിന്റെ സമാധാനം ആ കുടുംബങ്ങളിലും അവരുടെ ഹൃദയങ്ങളിലും ഭരിക്കേണ്ടിയിരിക്കുന്നു. ചില ദേശത്തെ നശിപ്പിക്കുന്ന, ഉദാഹരണത്തിന് ചില ദേശങ്ങൾ കേന്ദ്രീകരിച്ച് ദുർമരണങ്ങളാണ്, ആക്സിഡന്റ് മരണങ്ങൾ, ആത്മഹത്യകള് ആ ദേശത്തെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. മറ്റ് വളവും തിരിവുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അവിടെയൊന്നും നടക്കാത്ത ആക്സിഡന്റുകളും ദുർമരണങ്ങളും ആ ദേശത്ത് നടക്കുന്നുവെങ്കിലേ ആ ദേശത്തിന്റെ അരൂപിയുടെ കാഠിന്യം വളരെ വലുതാണ്. അതിനെ തകർക്കുന്ന ഒരു അഭിഷേകം ദൈവമക്കൾ സ്വീകരിക്കേണ്ടിയിരിക്കുകയാണ്. ഒരു ഇടവക പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ പോയ സമയത്ത് ആ വൈദികൻ എന്നോട് പറയുകയാണ്, ഇടവകയച്ചൻ പറയുകയാണ്, ആ ദേശത്തിലുള്ള 70% സ്ത്രീകളും വിധവകളാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തായി ആണ് അന്നത്തെ അനുഭവം കേട്ടത് ഞാൻ. എന്ന് വെച്ചാൽ ചെറുപ്പക്കാരായ പുരുഷന്മാരെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ ജീവിക്കാൻ അവിടുത്തെ ദുഷ്ടാരൂപി സമ്മതിക്കുന്നില്ല. സാറായുടെ 7 ഭർത്താക്കന്മാരെ ആദ്യ രാത്രി സമീപിക്കുന്നതിന് മുമ്പ് കൊത്തിപ്പറിച്ചെടുത്ത അരൂപിയാണ്, ദുഷ്ടാരൂപിയാണ് ആ കുടുംബങ്ങളിലൊക്കെ കുടികൊള്ളുന്നത്. ഈ കാലഘട്ടത്തിൽ കണ്ടുവരുന്ന ഒരു മഹാദുരന്തം എന്ന് പറയുന്നത്, ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ദാമ്പത്യ ധർമ്മം നിറവേറ്റാൻ പിശാച് സമ്മതിക്കുന്നില്ല. 2 മുറിയിലാണ് പലരും. ചിലര് ഒരു മുറിക്കകത്താണെങ്കിലും അകന്നു മാറി കിടക്കുകയാണ്. ഹൃദയവും ശരീരങ്ങളൊക്കെ അകലെയാണ്. ഒട്ടനവധി യുവതി യുവാക്കളുടെ ഹൃദയത്തെ ഭരിക്കുന്ന പൈശാചിക അരൂപി ഇങ്ങനെയാണ്. വിവാഹം വേണ്ട, ഒരുമിച്ച് ജീവിച്ചാൽ മതി എന്ന് വെച്ചാൽ വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന പൈശാചിക അരൂപി യുവതി യുവാക്കളിൽ സെറ്റായി കഴിഞ്ഞു. ഒട്ടനവധി കുഞ്ഞുങ്ങളെ ഇപ്പോൾ മാതാപിതാക്കള് വിദേശത്തേക്ക് പോകാൻ വേണ്ടി സ്നേഹിക്കുന്ന പയ്യന്മാരുമായിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് പറഞ്ഞയക്കുകയാണ്. പാവം ചെയ്യാൻ വഴിയൊരുക്കി കൊടുക്കുന്ന മാതാപിതാക്കളുടെ എണ്ണങ്ങൾ പോലും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില ബിസിനസ് തുടങ്ങുമ്പോൾ, ചില വീട് മേടിക്കുമ്പോൾ, ചില പറമ്പ് മേടിക്കുമ്പോൾ തകർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാരമ്പര്യം എന്ന് പറയുന്ന മാരകമായ ക്യാൻസർ രോഗങ്ങള്, മാനസിക ഡിപ്രഷനുകള്, മാനസിക രോഗങ്ങള് ഈ പാരമ്പര്യം ഉത്ഭവിച്ച ഒരു കാലഘട്ടമുണ്ട്. ആദ്യം മുതലേ അങ്ങനെ ആയിരിക്കില്ലായിരുന്നു. ഇത് കടന്നു വന്ന വഴികൾ കണ്ടെത്തി അത് പരിഹരിക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ.
അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ കണ്ടുവരുന്ന ഏറ്റവും ഭയാനകമായ ഒരു അവസ്ഥ. യുവതി യുവാക്കൾക്ക്, യുവജനങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക് ജീവിത ദർശനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവരെന്താണോ ചെയ്യുന്നത്, എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്കറിയില്ല. സ്കൂളിൽ, കോളേജിൽ പോയി കഴിഞ്ഞാൽ ക്ലാസ്സിൽ കയറണമെന്നില്ല, കറങ്ങി നടക്കുക. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ബുക്ക് എടുക്കണമെന്നില്ല, ഏതോ ഒരു ഗെയിമില്, ഏതോ ഒരു മൊബൈൽ ഫോണിൽ, ഏതോ ഒരു ഫ്രണ്ട്ഷിപ്പില് അവരെ തളച്ചിടുകയാണ്. ഒട്ടനവധി യുവതി യുവാക്കൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ്, മെഡിസിൻ കഴിഞ്ഞ്, അത് കണക്ക് തന്നെ ഡിഗ്രി കഴിഞ്ഞു, അത് കണക്കിന് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ പകല് വീട്ടിന്റെ അകത്ത് മുറി അടച്ചിരിക്കുക. മാതാപിതാക്കൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു വിധത്തിൽ അവരെ എത്തിച്ചു കഴിഞ്ഞു. രാത്രി കറങ്ങി നടക്കുക, ആർക്കും ആരെയും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ആ മക്കളുടെ മേൽ ആധിപത്യമുള്ള പൈശാചിക അരൂപിയെ മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞ് കൈവിരിച്ച് മക്കളെ പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ ഈ വരും തലമുറ വലിയ അപകടത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. സമ്പത്ത് വരുന്ന വഴി അറിയാം അനേക കുടുംബങ്ങൾക്ക്, പോകുന്ന വഴി അറിയില്ല. കടം മാറുന്നില്ല, ദുരിതം മാറുന്നില്ല. അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മഹാവിപത്തുകളിലൂടെയും മഹാദുരന്തങ്ങളിലൂടെയും ഈ ലോകം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇതൊന്നും യേശു തരുന്നതല്ല. ഒരു ദുരിതമോ, ഒരു പട്ടിണിയോ, ഒരു തകർച്ചയോ യേശു തരുന്നതല്ല. ഇതെല്ലാം തരുന്ന വ്യക്തിനെ തിരിച്ചറിയണം. തരുന്നത് ശത്രുവാണ്, അവൻ പിശാചാണ്. ശത്രുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇത് പരിഹരിക്കാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ള ഉറപ്പിൽ നമ്മൾ ഓടിച്ചെല്ലുക, മുട്ടുമടക്കുക, അത് പരിഹരിക്കുക എന്നുള്ളതാണ്. യേശുവിന് പരിഹരിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അനുദിനവും യേശുവിനെ സമീപിക്കുക എന്നുള്ളതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശു നഷ്ടപ്പെട്ടു പോയതാണ് എല്ലാ പരാജയത്തിന്റെയും കാരണം. മാർത്തായും മറിയവും ഒരേ കാര്യം പറഞ്ഞ് കരഞ്ഞു, കർത്താവെ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞ് കരയണം, കർത്താവെ, എന്റെ കുടുംബത്തിൽ അങ്ങുണ്ടായിരുന്നെങ്കിൽ എന്റെ കുടുംബം തകരില്ലായിരുന്നു, അങ്ങുണ്ടായിരുന്നെങ്കിൽ എന്റെ മക്കൾ വഴിപിഴച്ചു പോകില്ലായിരുന്നു, അങ്ങുണ്ടായിരുന്നെങ്കിൽ എന്റെ ബിസിനസ് തകരില്ലായിരുന്നു, അങ്ങുണ്ടായിരുന്നെങ്കിൽ എന്റെ സമാധാനം നഷ്ടപ്പെടില്ലായിരുന്നു. അങ്ങില്ലാതെ പോയതാണ് എന്റെ പരാജയത്തിന്റെ കാരണമെന്ന് എന്ന് തിരിച്ചറിയുന്നോ അന്ന് നമ്മുടെ പ്രശ്നം പരിഹരിച്ച് തുടങ്ങാം. ഹല്ലേലൂയ.